ഖത്തറും ഇന്ത്യയും തമ്മിലെ വാണിജ്യബന്ധം കൂടുതൽ ശക്തമാവുകയാണ്. ഇന്ത്യയുടെ UPI ഉപയോഗിച്ച് ഇനി ഖത്തറിലും ഇടപാട് നടത്താം. വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിൻ്റെ സന്ദർശനത്തിന് പിന്നാലെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ബന്ധത്തിൽ ഉണ്ടാകാൻ പോകുന്നത്? അബ്ബാസ് മുഹമ്മദിൻ്റെ റിപ്പോർട്ട്. വ്യാപാരത്തിൻ്റെയും സഹകരണത്തിൻ്റെയും നൂറ്റാണ്ടുകൾ നീണ്ട പാരസ്പര്യമാണ് ഇന്ത്യയും അറബ് രാഷ്ട്രങ്ങളും തമ്മിലുള്ളത്. സുദീർഘമായ ബന്ധത്തിൻ്റെ കെട്ടുറപ്പിന് ആത്മവിശ്വാസവും ദൃഢതയും നൽകുന്നതായിരുന്നു കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിൻ്റെ ഖത്തർ സന്ദർശനം. ഒക്ടോബർ 6-7 തീയതികളിലായിരുന്നു ഗോയൽ ദോഹയിലുണ്ടായിരുന്നത്. US ഏർപ്പെടുത്തിയ അധിക തീരുവയുടെ ആഘാതം മറികടക്കാൻ ഗൾഫ് യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങളുമായി കൂടുതൽ അടുക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിന്റെ ഭാഗമായാണ് പീയൂഷ് ഗോയൽ ഖത്തറിലെത്തിയത്. ഖത്തറുമായി സ്വതന്ത്ര വ്യാപാര കരാറാണ് ഇന്ത്യയുടെ ലക്ഷ്യം. കരാറുമായി ബന്ധപ്പെട്ട ടേംസ് ഓഫ് റെഫറൻസ് അഥവാ പരിശോധനാ വിഷയങ്ങളാണ് ഗോയൽ ഖത്തർ വാണിജ്യമന്ത്രി ഷെയ്ഖ് ഫൈസൽ ബിൻ താനിയുമായി ചർച്ച നടത്തിയത്. പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. $14 ബില്യൺ ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം. 5 വർഷത്തിനുള്ളിൽ ഇത് ഇരട്ടിയാക്കാനാണ് ഇന്ത്യയുടെ ആലോചന. അടുത്ത വർഷം 3-ാം പാദത്തോടെ കരാർ യാഥാർത്ഥ്യമാകുമെന്നാണ് ഗോയൽ പ്രത്യാശ പ്രകടിപ്പിച്ചത്. We have discussed that we should quickly launch FTA negotiations. We are discussing the contours of the terms of reference, and once we have finalized that, Honorable Minister of Qatar and I have discussed that we will fast track it so that trade and business can double by 2030. The Amir of Qatar and His Excellency the Prime Minister of India Shri Narendra Modi ji have discussed and decided earlier this year. 10 ബില്യണിലേറെ വരുന്ന വ്യാപാര കമ്മിയാണ് ഖത്തറുമായുള്ള ഉഭയകക്ഷി വ്യാപാരത്തിൽ ഇന്ത്യ നേരിടുന്ന വെല്ലുവിളി. ആകെ 14.15 ബില്യൺ വ്യാപാരത്തിൽ ഇന്ത്യയുടെ ഇറക്കുമതി 12.46 ബില്യണാണ്. പെട്രോളിയം ക്രൂഡും ഗ്യാസുമാണ് പ്രധാന ഇറക്കുമതി ഉൽപ്പന്നങ്ങൾ. എന്നാൽ ഖത്തറിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി 1.6 ബില്യൺ മാത്രം. കയറ്റുമതിയിൽ വലിയ വൈവിധ്യവൽക്കരണം കൊണ്ടുവന്നാൽ മാത്രമേ ഈ കമ്മി ഇന്ത്യക്ക് നികത്താനാകൂ. ഡിജിറ്റൽ രംഗത്ത് ഒരുപാട് ഇന്ത്യക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. IT മേഖലയിൽ, EdTech മേഖലയിൽ, അതുപോലെ FMCG മേഖലയിൽ, കൂടുതൽ ഫാർമ മേഖലയിൽ ഇനിയും കൂടുതൽ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഫാർമ ശരിക്കും പറഞ്ഞാൽ ഖത്തറിൻ്റെ ഹെൽത്ത് സെക്ടറിൽ ഇന്ത്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവാണ്. കൂടുതലായിട്ട് അത് വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അതുപോലെ തന്നെ FMCG മേഖലയിലും ഒരുപാട് വളർച്ചയ്ക്ക് സാധ്യതകൾ ഞങ്ങൾ കാണുന്നുണ്ട്. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തിനിടെ ഇരു രാഷ്ട്രങ്ങളിലെ ബിസിനസ് സമൂഹവും ഒന്നിച്ചിരുന്ന് നിക്ഷേപ സാധ്യതകൾ വിലയിരുത്തി. ഈ കൂടിയിരുത്തങ്ങളെ ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നതായി പ്രവാസി ബിസിനസ് സമൂഹം പറയുന്നു. നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, ഇന്ത്യയും ഖത്തറുമായിട്ടുള്ള ബന്ധം ഇന്നും ഇന്നലെയൊന്നുമല്ല, നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. പക്ഷേ അതിലൊരു കാര്യമായ വ്യത്യാസം ഇപ്പോൾ കാണുന്നത്, മുമ്പുള്ള ബന്ധങ്ങളെല്ലാം വ്യക്തിബന്ധങ്ങളായിരുന്നു, വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിലേഷൻഷിപ്പായിട്ടുണ്ട്. അതായത് നമ്മുടെ ഇവിടുത്തെ റെഗുലേറ്ററി ബോഡീസും മിനിസ്ട്രികളും ഒക്കെ നേരിട്ട് ഇടപെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നൊരു മാറ്റം. 2025 എന്ന് പറഞ്ഞാൽ ഒരു വളരെ മൈൽ സ്റ്റോൺ ഇയർ തന്നെയാണ്. ഒരുപാട് വലിയ നാഴികക്കല്ലുകൾ പിന്നിടുന്ന ഒരു സമയമാണ്. ഈ വർഷം തുടക്കത്തിൽ ഫെബ്രുവരി മാസത്തിൽ ഹിസൈന സമീറിൻ്റെ വിസിറ്റ് ഉണ്ടായിരുന്നു. അതിനോടൊപ്പം പ്രൈം മിനിസ്റ്ററും മറ്റ് മിനിസ്റ്റേഴ്സും ഒരു വലിയൊരു ടീമായിട്ടാണ് പോയത്. സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നത് ഇന്ത്യൻ കമ്പനികൾക്ക് അവസരങ്ങളുടെയും ഖത്തറി കമ്പനികൾക്ക് നിക്ഷേപത്തിൻ്റെയും പുതിയ വാതിലുകൾ തുറക്കുമെന്നതിൽ സംശയമില്ല.